പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. യേശുക്രിസ്തുവിലേറെ സ്നേഹമുള്ള ശാലോമിൻ്റെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവതിവാക്കന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും മുന്നുമേ സന്ധ്യാവന്ദനം അറിയിക്കുക. നമ്മളെല്ലാം ഒരു കാലഘട്ടത്തിലൂടെ ദൈവത്തിൻ്റെ കഷ്ടാനുഭവവും അതോടൊപ്പം തന്നെ ഉയർപ്പ് പെരുന്നാളെല്ലാം കൊണ്ടാടി ഒരു ഉയർത്തെഴുന്നേറ്റ സഭയുടെ അംഗങ്ങളായി ജീവിക്കുന്ന സമയമാണ്. യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ തനിക്ക് തൻ്റെ രക്ഷണ പ്രവർത്തനത്തിൽ പങ്കുകാരാകാൻ വേണ്ടി വിളിക്കപ്പെട്ട ഒരു സമയമുണ്ട്. അങ്ങനെ വിളിച്ച കുറച്ച് പേര് കർത്താവിനെ പിന്തുടർന്ന് യേശുക്രിസ്തുവിന് വചനം കേൾക്കാനും യേശുക്രിസ്തുവിന് സൗഖ്യം നേടുവാനും യേശുക്രിസ്തുവിൽ നിന്ന് ഒത്തിരി അത്ഭുതങ്ങൾ സ്വീകരിച്ചതായ അനേകം ദൈവമക്കൾ അന്ന് ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. യെരുശലേമിലും യൂദായിലും ഗലീലായിലെല്ലാം ഒത്തിരി പേര് കർത്താവിൻ്റെ പിന്നാലെ പോയിട്ടുണ്ട്. എന്നാൽ യേശുക്രിസ്തു തനിക്ക് ഇഷ്ടമുള്ളവരെയാണ് വിളിച്ചത്. അതാണ് മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13 തൊട്ടുള്ള വാക്യങ്ങൾ പറയുകയാണ്. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവരവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഒരു മനുഷ്യാവതാരം എടുത്ത് തൻ്റെ ഈ ഭൂമിയിലെ ജന്മം എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മോട് വളരെ വ്യക്തമായിട്ട് സുവിശേഷ ഭാഗങ്ങൾ വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഒരുപക്ഷെ ഓരോ ക്രിസ്ത്യാനിയും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ വലിയ സാന്നിധ്യം, അല്ലെങ്കിൽ ക്രിസ്തു എന്നിൽ ഇറങ്ങി വന്ന് എന്നോടൊപ്പം ആയിരുന്ന് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചോ അതെല്ലാം ഓരോ ക്രിസ്ത്യാനിയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്നും ഒരു ക്രിസ്ത്യാനിയായി നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്ത് വിളിച്ച് കുറേ കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചു. അതിൽ 12 പേരെയാണ് കർത്താവ് പ്രത്യേകമായി തിരഞ്ഞെടുത്തത്. അല്ല, അവർ അപ്പോസ്തലന്മാരെന്ന് അവർ വിളിച്ചു. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ അപ്പോസ്തലന്മാരെന്ന് വിളിച്ചു. 12 പേർക്ക് 3-4 ഒരു ക്വാളിറ്റീസ് അല്ലെങ്കിൽ അവർ ചില അധികാരങ്ങൾ കൊടുക്കുകയാണ്. അതിനകത്ത് ഒന്ന് എന്താണ്? തന്നോട് കൂടെ ആയിരിക്കാനും, 2 പ്രസംഗിക്കാൻ പഠിപ്പിക്കാനും, 3 പിശാചുകളെ ബഹിഷ്കരിക്കാനും. അങ്ങനെ 3 അധികാരം. ഒന്ന് തന്നോട് കൂടെ ആയിരിക്കുന്നത്, യേശുക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുക. 2 പ്രസംഗിക്കാൻ അയക്കുക, യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം നൽകുക, വചനം പറയുക, സുവിശേഷം അറിയിക്കുക. ഇത് 2ാമത്തെ അധികാരമാണ് അപ്പോസ്തലൻ. 3 പിശാചുക്കളെ ബഹിഷ്കരിക്കുക. അങ്ങനെ 3 അധികാരമാണ് യഥാർത്ഥത്തിൽ അപ്പോസ്തലന്മാർക്ക് യേശുക്രിസ്തു കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തോലിക സഭകളിൽപ്പെട്ട അപ്പോസ്തലന്മാർ പിന്തുടർച്ചയുള്ള എനിക്കും നിങ്ങൾക്കും ഇതേ അധികാരം തന്നെ യേശുക്രിസ്തു തരുന്നുണ്ട്. അതിനകത്ത് എല്ലാ അധികാരം നമ്മൾ നോക്കിയില്ലെങ്കിൽ ചില അധികാരങ്ങളൊക്കെ നമ്മൾ നോക്കാം. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ മൂല കാരണം തന്നെ ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവർ. ഞാൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചതിൻ്റെ ലക്ഷ്യം, ഈ ഭൂമിയിൽ എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തിനാ ഈ ജന്മം കൊണ്ട് എന്ത് നേടി, അല്ലെ എന്താണ് എൻ്റെ ജന്മം കൊണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രഥമമായ മൂല കാരണം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ ആരുടെ കൂടെയാണ് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുക, ദൈവമേ ഞാനിപ്പോൾ ആരുടെ കൂടെയാണ്? പൗലോസ് ശ്ലീഹ എഫേസ്യ ലേഖനത്തിൽ പറയുകയാണ്, തൻ്റെ സ്നേഹത്തിൽ അനാദിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് എൻ്റേത്. അങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയായ ഞാൻ ആദ്യം ചെയ്യേണ്ടത് ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ കൂടെ നമുക്ക് എങ്ങനെ ആയിരിക്കാൻ പറ്റും പ്രിയമുള്ളവരെ? നമുക്ക് പലപ്പോഴും ആഗ്രഹമുണ്ട്, അല്ലെ? പലരും പറയാറുണ്ട്, എനിക്ക് ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ദൈവത്തെ പ്രതി എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഒത്തിരി നമ്മൾ ആഗ്രഹങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പറയാറുണ്ട്. പക്ഷേ എങ്ങനെ ആയിരിക്കും
ക്രിസ്തുവിൻ്റെ കൂടെ എനിക്ക് എങ്ങനെ ആയിരിക്കാൻ സാധിക്കും? യേശുക്രിസ്തു തനിക്ക് ഇഷ്ടമുള്ളവരെയാണ് വിളിച്ചത്. അതിൻ്റെ പ്രത്യേകത അതാണ്. തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്ത് വിളിച്ച് പറഞ്ഞു, അവരെ തിരഞ്ഞെടുത്തിട്ട് അവരെ തന്നോട് കൂടെ ആയിരിക്കാൻ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 24 മണിക്കൂർ സമയത്തിൽ ഒരു ക്രൈസ്തവൻ എന്ന നിലയ്ക്ക്, ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഞാൻ എന്താണ് ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കാൻ ചെയ്യുന്നത്? നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലേ. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയാണ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും കാതലായ സമയങ്ങൾ, നിമിഷങ്ങൾ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അത് ദൈവത്തോട് കൂടെ ആയിരിക്കുന്നത് തുല്യമാണ്. പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുന്നത് തുല്യമാണ്. എന്ന് വെച്ചാൽ അവനോട് കൂടെ സംസാരിക്കാൻ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള സംസാരമാണ് പ്രാർത്ഥന. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ നിമിഷവും ദൈവവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ സാന്നിധ്യത്തിൽ അവൻ്റെ കൂടെ തന്നെ ആയിരിക്കുകയാണ്. അത് ഏറ്റവും ധന്യമായ നിമിഷമാണ്. നമുക്കറിയാം, സഭയിൽ 7 നേരത്തെ പ്രാർത്ഥനകളുണ്ട്. ആ 7 നേരത്തെ പ്രാർത്ഥനകളും മുടങ്ങാതെ ചൊല്ലുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്രയും സമയം അവൻ എന്ത് ചെയ്യുകയാണ്? ദൈവത്തോട് കൂടെ ആയിരിക്കുകയാണ്. എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടമാണോ? പ്രാർത്ഥന താല്പര്യമുള്ളവരാണോ? പ്രാർത്ഥന നീണ്ടു പോകുന്നത് പരാതി പറയുന്നവരാണോ? അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല എന്നല്ല അതിനർത്ഥം. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥനാ കാര്യങ്ങൾ വളരെ പുറകോട്ടായിട്ട് പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, ദൈവത്തോട് കൂടെ ആയിരിക്കാൻ ആരാഗ്രഹിക്കുന്നില്ല? ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സമയത്തിൻ്റെ കുറവായിരിക്കാം. തിരക്കിട്ട ജീവിതമാണ്, ഓടുകയാണ് നമ്മൾ പലരും. അച്ഛന്മാരും ഓടുന്നു, അൽമായരും ഓടുന്നു. പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഓട്ടത്തിനിടയിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം പ്രാർത്ഥനയാണ്. അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന, വേണ്ട എന്ന് വയ്ക്കാൻ പറ്റുന്ന ഒരു മേഖല, ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും പ്രാർത്ഥനയാണ് പ്രിയമുള്ളവർ. അതിൽ ഇന്നതാണെന്നോ ഒന്നുമില്ല, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ദൈവം പറയുകയാണ്, തനിക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ച് പറഞ്ഞു തന്നോട് കൂടെ ആയിരിക്കുവാൻ. യേശുക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം പ്രിയമുള്ള നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥന തികയ്ക്കുന്നവരാണ്. ഞാനും നിങ്ങളും പ്രാർത്ഥന തികച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. എൻ്റെ ജീവിതത്തിൽ തികയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പലതും, എൻ്റെ ആത്മീയ ജീവിതത്തിലെ തികയ്ക്കലാണ് പലപ്പോഴും എൻ്റെ സ്പിരിച്വാലിറ്റി ആയിട്ട് ഞാൻ മാറ്റുന്നത്. എന്നാൽ ഒരു പ്രാർത്ഥനയിൽ ഞാൻ മനസ്സിലാക്കേണ്ടത് അവനോട് കൂടെ ആയിരിക്കുന്ന നിമിഷമായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. അതിനാണ് പ്രിയമുള്ള ഒരു പ്രാർത്ഥനയുടെ പ്രത്യേകത. 7 നേരത്തെ പ്രാർത്ഥന, ആ 7 നേരവും ദൈവത്തോട് കൂടെ ആയിരിക്കുക. 7 നേരവും നമുക്ക് സമയമനുസരിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, ഈ ആധുനിക ലോകത്തിൽ നമുക്കതിനുള്ള സമയം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. എന്തിന്, ദയറാകളിൽ പോലും നമുക്ക് പലപ്പോഴും അത് സാധ്യമല്ലാതെ വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു കുടുംബജീവിതത്തിലോ ഒരു സാമൂഹിക ജീവിതത്തിലോ സഭാജീവിതത്തിലോ ഇതെല്ലാം കണ്ടെത്തുക അസാധ്യമാണ്. ഞാൻ അതിലേക്കല്ല കടക്കുന്നത് പ്രിയമുള്ളവർ. മറിച്ച് ഞാൻ ഒരു നേരമെങ്കിലും അല്ലെങ്കിൽ 2 നേരം രാവിലെയും വൈകിട്ടുമാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതിൻ്റെ പുറകിലെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തോട് കൂടെ ആയിരിക്കുക എന്നുള്ളതായിരിക്കും. ഒരു കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന ഒരു കുടുംബം, അപ്പനും മക്കളും ദൈവത്തോട് കൂടെ അല്പസമയം ചെലവഴിക്കുന്നു. അവൻ്റെ വചനങ്ങൾ വായിച്ച്, പാട്ടുകൾ പാടി, അവനെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന ദൈവ സാന്നിധ്യം ഫീൽ ചെയ്യുന്ന ഒരവസ്ഥ. അതല്ലേ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നത്, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടെന്ന് പറയും. അപ്പോൾ ദൈവ സാന്നിധ്യം, തന്നോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ആ ഇഷ്ടം ഞാൻ എന്ത് ചെയ്യുകയാണ്? പ്രാർത്ഥനയിലൂടെ നിറവേറ്റുകയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതാണ് പ്രിയമുള്ള. ഒരു പ്രാർത്ഥന നമ്മൾ വേണ്ട എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ സമയത്ത് ഞാൻ എന്തു ചെയ്യുന്നു? ഞാൻ മൊബൈലിൽ കളിക്കുകയാണെങ്കിൽ ഞാൻ അതുമായിട്ടാണ് ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ ഞാൻ TV കാണുകയാണ്, സീരിയലോ സിനിമയോ, പ്രാർത്ഥനാ സമയത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നുവോ അതിനോടാണ് എനിക്ക് കമ്മിറ്റ്മെൻറ്റ്സ്. അപ്പോൾ അതാണ് മാറേണ്ടത്. ഒരു നേരം പ്രാർത്ഥിച്ചില്ല എന്നതിനേക്കാൾ ഉപരി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥനയിൽ സംബന്ധിക്കുമ്പോൾ
ഞാൻ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ, ഞാൻ ദേവാലയത്തിൽ പോകുമ്പോൾ, ദേവാലയത്തിലെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ ജീവിതം ദൈവമായിട്ട് ഒന്നായിത്തീരുന്ന സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ജീവിതമായി മാറുന്നു. അതല്ല പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ. എന്ന് നമ്മളെല്ലാം കടമയ്ക്ക് വേണ്ടി ചെയ്യുകയാണ്. ഞായറാഴ്ചകളിൽ കുർബാന പോലും നമ്മൾ കടമയായി മാറുന്നു. ഒരു പുരോഹിതൻ ബലിയർപ്പിക്കുന്ന കടമയായി മാറുന്നു. മറിച്ച് ഞാൻ ആ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ സമയം ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു സമയമായി മാറ്റുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതാണ് യഥാർത്ഥത്തിൽ ആരാധന എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമതായി ദൈവം ആഗ്രഹിക്കുകയാണ് തന്നോട് കൂടെ ആയിരിക്കുവാൻ. അതിന് നമുക്ക് സാധിക്കണം. സാധിക്കുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ, തിരഞ്ഞെടുത്ത സമയം മാറ്റിവെക്കണം. നമ്മൾ ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കാൻ അതിനുവേണ്ടി ഒരുങ്ങുന്നവരായി മാറണം. സമയം നമുക്ക് ഉണ്ടല്ലോ. എവിടെയെങ്കിലും ഏതെങ്കിലും സമയത്ത് ഇന്ന സമയം എന്നല്ല, ഇന്ന സമയമാണ് ഏറ്റവും നല്ലത്. ഒരു സമയം ഫിക്സ് ചെയ്താണെങ്കിൽ മുടങ്ങാതെ നമുക്ക് ആ സാന്നിധ്യം എന്നും അനുഭവിച്ചറിയുവാനും രുചിച്ചറിയാനും നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ, എനിക്കെപ്പോൾ സമയം കിട്ടുന്നു അപ്പോഴെല്ലാം ദൈവത്തോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിൽ നമ്മൾ ഉടമയായി മാറാൻ നമുക്കൊന്ന് പരിശ്രമിച്ചാലോ പോയി വലിയ വ്യത്യാസം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അതുകൊണ്ട് ഒന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം, അവൻ്റെ കൂടെ ആയിരിക്കുക, ദൈവത്തോട് കൂടെ ആയിരിക്കുക. അതിന് ഏറ്റവും പ്രാധാന്യം പ്രാർത്ഥന തന്നെയാണ്. നമുക്കറിയാം അവൻ്റെ കൂടെ ആയിരിക്കാൻ എന്തെല്ലാം മാർഗമുണ്ട്. കൂടെ വസിക്കാം, ഉപവസിക്കാം, നോമ്പെടുക്കാം. അവന് വേണ്ടിയിട്ട് അവൻ നോമ്പെടുത്ത് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും നോമ്പെടുക്കാം. അതോടൊപ്പം തന്നെ കൂദാശകളിലൂടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ, രുചിച്ചറിയാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെയെല്ലാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏതെല്ലാം രീതിയിൽ ദൈവ സാന്നിധ്യം നേടാൻ സാധിക്കുന്നുവോ, ദൈവ സാന്നിധ്യത്തിലായിരിക്കാൻ എനിക്ക് സാധിക്കുന്നുവോ, അതെല്ലാം ഞാൻ സ്വന്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതത്തിൻ്റെ പേരാണ് ക്രൈസ്തവ ജീവിതം. നമ്മളിത് അതാണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ ഫോളോ ചെയ്യുന്ന ജീവിതം ക്രൈസ്തവ ജീവിതമാണോ എന്ന് നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയ പ്രിയമുള്ളവർ. അങ്ങനെ വിലയിരുത്തുമ്പോൾ യെസ്, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ക്രൈസ്തവ ജീവിതം നയിക്കുന്നവനാണെന്ന് നമ്മൾ കണ്ടെത്തി നോക്കി. അപ്പം അങ്ങനെയാണ് കൂദാശകൾക്ക് നമുക്ക് താല്പര്യമുണ്ടോ. നമ്മൾ നേരത്തെ ചെല്ലും. ഒരു കൂദാശ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കൂദാശ സ്വീകരിക്കുവാൻ, ഒരു കുമ്പസാരിക്കാൻ പോകുമ്പോൾ ഓടിപ്പോയി കുമ്പസാരിക്കുകയല്ല ചെയ്യുന്നത്. നേരത്തെ ചെന്ന് ദേവാലയത്തിൽ പോയിരുന്ന പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് അനുതപിച്ച് കണ്ടുപിടിച്ച് കർത്താവ് ഞാൻ പാപിയാണെന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പശ്ചാത്താപത്തോടെ അനുതാപത്തോടെ നിലവിളിച്ച് ഏറ്റുപറയുന്ന സമയം അവൻ ഇറങ്ങി വരും നിങ്ങളുടെ അടുക്കലേക്ക്. ഇറങ്ങി വന്ന് പറയില്ലേ, ഭയപ്പെടേണ്ട, നീ എൻ്റേതാണ്, ഞാൻ നിന്നേതായ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നീ എന്തിനു വിഷമിക്കണം, ഞാൻ നിന്നെ നേടിയെടുത്തത് എൻ്റെ ജീവൻ കൊടുത്താണ്, കാൽവരി ക്രൂശിലെ ജീവൻ കൊടുത്താണ് ഞാൻ നിങ്ങളെ നേടിയെടുത്തതെന്ന് പറയുന്ന സ്വരം കേൾക്കുവാനും ആ സാന്നിധ്യം അനുഭവിച്ചറിയുവാനും എനിക്ക് സാധിക്കുന്ന നിമിഷങ്ങളാണ് ഓരോ കൂദാശകളും. അല്ലെങ്കിൽ കുമ്പസാരമാണെങ്കിലും വിശുദ്ധ കുർബാനയാണെങ്കിലും അവൻ ബലിയായി തീർന്ന ഗോകുൽത്താ മലയിലെ അവൻ്റെ ബലിയിൽ ഞാൻ പങ്കാളിയാകുമ്പോൾ ഇതാ എൻ്റെ സാന്നിധ്യം ദൈവവുമായിട്ട് ഒന്നായി തീരുമ്പോൾ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിയുന്ന രുചിച്ചറിയുന്ന നിമിഷങ്ങളായി മാറുന്നു. ഓരോ ബലിയും അങ്ങനെയാണ് പ്രിയമുള്ളവർ. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന നിമിഷത്തിന് വേണ്ടി നീ എന്ത് ചെയ്തു, എന്ത് ചെയ്യുന്നുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കണം. ഞാൻ ഇന്നതെല്ലാം ചെയ്യുന്നുണ്ട്, ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നവരാണ്. പ്രാർത്ഥന, ഉപവാസം, നോമ്പ്, കൂദാശകൾ സ്വീകരിക്കുന്നതെല്ലാം നിങ്ങൾ ചെയ്യുന്നതാണ്. അത് ചെയ്യുന്നില്ലെങ്കിൽ, അത് ചെയ്യാൻ നിങ്ങൾ മടി പിടിക്കുന്നെങ്കിൽ ഒരു മാറ്റം. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണത്. ദൈവത്തിൻ്റെ സാന്നിധ്യമായിരിക്കുന്നത് അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് പ്രിയമുള്ളവർ. ഇല്ലെങ്കിൽ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടവരായി ഞാനും നിങ്ങളും മാറും. ഒരു സമൂഹം അങ്ങനെ മാറും. സമൂഹത്തിൽ തിന്മകൾ കടന്നു വരും. അപ്പോൾ അതോടുകൂടി തിന്മകൾ നന്മയെ വെല്ലുന്ന തിന്മകളായി ഇതാ നമ്മളെ വേട്ടയാടാൻ തുടങ്ങും. നമ്മളുടെ പല നന്മകൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് തിന്മകൾ നമ്മളെ അടിമപ്പെടുത്തി കളയും. അതുകൊണ്ട് തിന്മകളെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവസാന്നിധ്യത്തിലായിത്തീരുന്ന ഒരു ജീവിതം നമ്മൾ കണ്ടെത്തി അതിലൂടെ പോകാൻ ഞാൻ പരിശ്രമിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ ജീവിതം എന്ന് പറയും. അതിന് നമുക്ക് മുൻകൈ എടുക്കണം. അതോടൊപ്പം വചനം,
വചനം നമുക്കറിയാം, അത് ദൈവമാണ്. നീ വചനം വായിക്കുമ്പോൾ ഒരു സമയം, ഒരു 5 മിനിറ്റ് വചനം വായിക്കുമ്പോൾ ആ 5 മിനിറ്റ് സമയം ദൈവം നമ്മളിൽ വസിക്കുകയാണ്. നമ്മളൊരു പ്രസൻസ് വചനത്തിലൂടെ, ഹോളി സ്പിരിറ്റിലൂടെ ആ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും. വചനം കേൾക്കുമ്പോൾ നമ്മുടെ ചിന്താഗതികൾ മാറും, നമ്മുടെ ജീവിത ശൈലികൾ മാറും. വചനം കേൾക്കുമ്പോൾ അതല്ലേ ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത. നമുക്കറിയാം, നമ്മുടെ അപ്പോസ്തലന്മാർ 12 പേരും 12 സ്വഭാവക്കാരാണ്. ആ 12 സ്വഭാവക്കാരെയും ദൈവം കൂട്ടി നിർത്തിയതിൻ്റെ ലക്ഷ്യം, 12 പേര് 12 സ്വഭാവമാണെങ്കിലും ഇവൻ എനിക്ക് വേണ്ടി സാക്ഷിയായിത്തീരും, ഇവൻ സുവിശേഷം പറയാൻ ലോകം മുഴുവൻ പോകുമെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഒരാൾ ഒഴിച്ച് അവരെല്ലാവരും പോയവരാണ്. 12 പേരും 12 ദിക്കിലേക്ക്, 12 രാജ്യങ്ങളിലേക്കല്ലേ പോയത്. അപ്പോൾ നമുക്ക് 12 പേരെയും നമുക്ക് ചിന്തിക്കണം. ഇന്ന് ദൈവം വിളിച്ചതാണ് തനിക്കിഷ്ടമുള്ളവരെ. അതിൻ്റെ ഒരു ഭാഗമാണ് എൻ്റെ ഈ ജീവിതം, ഈ ജന്മം, ഈ ഭൂമിയിൽ എൻ്റെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന് എന്നെ ഇഷ്ടമായതുകൊണ്ടാണ്. തനിക്കിഷ്ടമുള്ളവരെ അവൻ അടുത്ത് വിളിച്ചുകൊണ്ടാണ്. അതിൽ നിന്നും എന്നെ തിരഞ്ഞെടുത്ത് തൻ്റെ കൂടെ ആയിരിക്കാൻ വേണ്ടി മാമോദിസ എന്ന കൂദാശയിലൂടെ തന്നോട് കൂടെ ആയിരിക്കാൻ ചേർത്ത് പിടിച്ചു. അങ്ങനെ ചേർത്ത് പിടിച്ചവനെ മുറുകെ പിടിക്കുന്നവരാണ് പ്രിയമുള്ളവരെ ക്രൈസ്തവൻ. ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും, ഏത് ബുദ്ധിമുട്ടിൻ്റെയും, ഏത് കരച്ചിലിൻ്റെയും, ഏത് രോഗത്തിൻ്റെ മധ്യത്തിലും തള്ളിപ്പറയാതെ ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കുന്നവനാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അല്ല, നമുക്കൊരു പ്രയാസം വരുമ്പോൾ മാറ്റി നിർത്തുന്നവനല്ല ക്രിസ്ത്യാനി. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടവനായി ക്രിസ്തുവിനെ കാണുന്നവനാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി. അപ്പോൾ നമുക്ക് ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. 2 സുവിശേഷം പറയാനാണ് ദൈവം ആഗ്രഹിച്ചത്. സുവിശേഷം എന്ന ഗുഡ് ന്യൂസ്, സാക്ഷ്യമാണ്. ക്രിസ്തുവിനെ സാക്ഷ്യം നിൽക്കുക എന്നുള്ളതാണ്. ഒരു സുവിശേഷമായി മാറുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് സാക്ഷിയായി മാറുക എന്നാണ് അർത്ഥം. അപ്പോൾ നീ എവിടെയാണെങ്കിലും, ലോകത്തിൻ്റെ ഏത് മൂലയിലുണ്ടെങ്കിലും അവിടെ നിന്നുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവനായി മാറണം. നിൻ്റെ ജീവിതം കൊണ്ട് നീ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കണം. ലോകത്തിൻ്റെ ഏതും ഭാഗങ്ങളിലുണ്ടെങ്കിലും അവിടെയെല്ലാം ചിലപ്പോൾ തിന്മയുടെ സ്വാധീനം കാണുമായിരിക്കും. ഒരു വിഭാഗം മുഴുവൻ ചിലപ്പോൾ തിന്മയെ സ്നേഹിക്കുന്നവരായിരിക്കാം. പക്ഷെ അതിൻ്റെ എല്ലാം മധ്യത്തിൽ ഞാൻ വിളിക്കപ്പെട്ടവൻ, തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുന്നവൻ, എൻ്റെ ജീവിതം അനേകർക്ക് ഒരു ഗുഡ് ന്യൂസായി, ഒരു സുവിശേഷമായി മാറേണ്ടതല്ലേ. എൻ്റെ സഹോദരനെ ഒന്ന് സ്നേഹിക്കാൻ പോലും പറ്റാതെ, അവനൊന്ന് കരുതാൻ പോലും പറ്റാതെ നമ്മൾ പോകുന്ന ഈ ഒരു ജീവിതയാത്രയിൽ ക്രിസ്തുവിനോടൊപ്പമായിരുന്ന് അവന് വേണ്ടി ഒരു സുവിശേഷമായി മാറുവാൻ നമുക്ക് സാധിക്കണം. മൂന്നാമത്, പിശാചുകളെ ബഹിഷ്കരിക്കാനുള്ള അധികാരം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ചെന്നാലും നിനക്ക് തിന്മയെ ഇല്ലായ്മ ചെയ്യാനുള്ള അധികാരം ദൈവം തന്നിട്ടുണ്ട്. ഒരു ക്രൈസ്തവന് ആ ഒരു അധികാരം ദൈവം തന്നിട്ടുണ്ട്. നീ ഒന്ന് കുരിശു വരച്ചാൽ, നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ, യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ വ്യത്യാസമുണ്ടാവും. ഭയപ്പെടുന്നത് എന്തിനാണ്? നമുക്ക് പലപ്പോഴും ഭയമാണ് ചില സ്ഥലങ്ങളിലേക്ക് പോകാൻ. നമ്മുടെ മക്കളെ വിട്ടാൽ അവർ നഷ്ടപ്പെട്ടു പോകുമോ? നിനക്ക് അധികാരം തന്നിട്ടില്ലേ ദൈവം? പിശാചുകളെ ബഹിഷ്കരിക്കാൻ, ഈ ലോകത്തിൻ്റെ അധിപനെ, തിന്മയുടെ സ്വാധീനത്തിനെ എല്ലാം ഇല്ലായ്മ ചെയ്യാനുള്ള അധികാരം നിനക്കുണ്ട്. ആ ഒരു അധികാരത്തോടു കൂടിയാണ് ദൈവം നമ്മളെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ 3 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധ കൊടുക്കുന്നവനായിരിക്കണം. ഒന്ന്, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം. അതിനുവേണ്ടി ഞാൻ പലപ്പോഴും ചെയ്യുന്ന എൻ്റെ പുണ്യപ്രവർത്തികൾ, എൻ്റെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗമായി ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എന്നും അനുഭവിച്ചറിയുന്ന, രുചിച്ചറിയുന്നവരായി മാറണം. 2, സുവിശേഷം പറയണം. നമ്മുടെ ജീവിതത്തിൻ്റെ സുവിശേഷം, ക്രിസ്തുവിനെക്കുറിച്ച് പറയണം 4 പേരോട്. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം സുവിശേഷം അറിയിക്കുവാൻ, പ്രസംഗിക്കാൻ നിങ്ങൾ തൻ്റെ ഇടത്തോടെ ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കണം. ഈ ലോകത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ നമുക്ക് എത്രയോ നാവുകളാണ്, എത്രയോ സമയം നമുക്കുണ്ട്. പക്ഷേ ക്രിസ്തുവിനെക്കുറിച്ച് പറയാൻ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാറില്ല. അത് മാറണം. ക്രിസ്തുവിനെക്കുറിച്ച് പറയാൻ 1000 നാവുകളുണ്ടാവണം. എൻ്റെ ദൈവം, എൻ്റെ ദൈവം എനിക്കത് ചെയ്തു, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീനം എൻ്റെ ക്രിസ്തുവാണെന്നെല്ലാം പറഞ്ഞ് ക്രിസ്തുവിനൊരു സുവിശേഷമായി മാറണം. ഏത് തിന്മയെയും ദൈവിക ശക്തി കൊണ്ട് നേരിടാനും ഇല്ലായ്മ ചെയ്യുവാനുമുള്ള
ഒരു ബലം, ആത്മബലം പരിശുദ്ധാത്മാവിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുകയും ചെയ്യും. അങ്ങനെ നേടിയെടുത്ത 12 അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അവർക്ക് ഒത്തിരി കുറവുകളൊക്കെ ഉണ്ടായിരുന്നു, ഒത്തിരി ബലഹീനതകളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അപ്പോസ്തലന്മാർ ക്രിസ്തുവിനോടൊപ്പമായിരിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ കൂടെ ആയിരുന്നപ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്ന വലിയ മാറ്റം രണ്ടാണ്. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പോസ്തലന്മാരുടെ ജീവിതവുമായി നമുക്ക് എങ്ങനെ ബന്ധപ്പെടാം? ഇന്ന് 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന്, ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നിങ്ങളുടെ കൂടെ ആയിരിക്കും. അതിന് വേണ്ടുന്ന പ്രാർത്ഥന, ഉപവാസം, നോമ്പ്, കൂദാശകളുടെ സ്വീകരണം, വചനം കേൾക്കുക, വചനം വായിക്കുക, വചനത്തെ ധ്യാനിക്കുക. ഇതെല്ലാം ദൈവ സാന്നിധ്യമായി തീരണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണതല്ല. 2, സുവിശേഷം അറിയിക്കണം. നമ്മൾ ഇഷ്ടമുള്ളവരോടെല്ലാം അറിയിക്കണം. ക്രിസ്തുവിനെ അറിയാത്തവരോടൊക്കെ ക്രിസ്തുവിനെക്കുറിച്ച് പറയണം. ജീവിതം തന്നെ സുവിശേഷമായി മാറണം. 3, തിന്മയെ ഇല്ലായ്മ ചെയ്യാനുള്ള ശക്തി എനിക്കുണ്ടെന്ന ബോധ്യത്തോടെ എന്തിനേയും നേരിടാനുള്ള ഒരു ആത്മബലം നേടിയെടുക്കുകയും ചെയ്യാം. നമുക്കൊന്ന് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, എൻ്റെ ജീവിതം നീ തിരഞ്ഞെടുത്ത ജീവിതമാണ്. ഈ ഭൂമിയിലെ ക്രൈസ്തവ ജീവിതം എന്നെ സ്നേഹിച്ചതുകൊണ്ടും ആ സ്നേഹത്തിൻ്റെ പ്രതിവിധിയായി ഞാൻ ഏറ്റ മാമോദീസ എന്നെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ചില ദൗത്യങ്ങൾ, ചില അധികാരങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജീവിതമാണ്. ആ ജീവിതത്തിൽ അപ്പോസ്തലന്മാരെ പോലെ ഞാനും ഒരു അപ്പോസ്തലനായി അപ്പോസ്തോലിക പ്രേക്ഷിത വേല ചെയ്യുന്നവളായി മാറുവാൻ, അതിനുള്ള ഒരു ദൗത്യം ഏറ്റെടുക്കുവാൻ എനിക്ക് ഈ ദിവസം അവിടുന്ന് ശക്തി തരണമേ. അതിനുവേണ്ടി എന്നെ ഒരുക്കണമെന്നാണ്. തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ട്, രോഗങ്ങൾ, പ്രായ ഭേദമന്യേ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒന്നിനും എനിക്ക് തടസ്സമല്ലാതെ മുന്നോട്ട് പോകുവാൻ അവിടുന്ന് എനിക്ക് പ്രത്യേകമായി ശക്തിയും കൃപയും തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഇപ്പോൾ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലായിരിക്കുന്ന ഓരോരുത്തരെയും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും, സിഹ്യോൻ മാളയിൽ അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചപ്പോൾ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് എല്ലാ മക്കളുടെ മേൽ ഇറങ്ങി വരുവാനും, ശക്തി നൽകാൻ, ഭയമെല്ലാം വിട്ടുമാറാനും, ദൈവിക ശക്തി വന്ന് നിറയുവാനും ഞങ്ങൾ അവിടുന്ന് പ്രത്യേകമായി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥൽ അഭയപ്പെട്ടുകൊണ്ടും സകല വിശുദ്ധന്മാരുടെ ശുദ്ധിമതിയിൽ മധ്യസ്ഥൽ അഭയപ്പെട്ടുകൊണ്ടും ഞങ്ങളുടെ പേരിലുള്ള ഏത് വിശുദ്ധൻ്റെ മാധ്യസ്ഥമാണോ ഞങ്ങൾ നേടുന്നത്, ആ വിശുദ്ധന്മാരുടെ എല്ലാം മാധ്യസ്ഥം നേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല മാലാഹമാരും കാവൽ മാലാഹമാരും ഞങ്ങൾക്ക് വേണ്ടി കാവൽ നിൽക്കണമേ, മാധ്യസ്ഥം വയ്ക്കുന്നത് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച യേശുക്രിസ്തു നാമത്തിൽ കൃപയോടെ കേൾക്കണമേ. ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസം നാം എല്ലാവരുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. Everybody